നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ 2021 സ്വാതി സംഗീത പുരസ്കാരം ലഭിച്ച പ്രമുഖ കർണാടക സംഗീതജ്ഞൻ 2024 ജനുവരിയിലാണ് ഈ ഒരു പുരസ്കാരം പ്രഖ്യാപിച്ചത്. 2024 ജനുവരിയിൽ പ്രഖ്യാപിച്ച സംസ്ഥാന സർക്കാരിന്റെ 2021 സ്വാതി സംഗീത പുരസ്കാര ജേതാവ് കുമാര കേരള വർമ്മയാണ്. സാംസ്കാരിക വകുപ്പ് നൽകുന്ന പരമോന്നത അംഗീകാരമാണ് ഈ ഒരു സ്വാതി സംഗീത പുരസ്കാരം എന്ന് പറയുന്നത്. ഇത് ലഭിച്ചത് കർണാടക സംഗീതജ്ഞൻ കുമാര കേരള വർമ്മയ്ക്കാണ്. കുമാര കേരള വർമ്മയ്ക്ക്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് 2024 ജനുവരി മാസത്തെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് പോർഷൻസ് ആണ്. അപ്പോ ഈ 2024 ജനുവരി മാസത്തില് എല്ലാ ദിവസവും നമ്മൾ ഡെയിലി കറണ്ട് അഫയേഴ്സ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മുടെ എൻട്രി ആപ്പിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. മാത്രമല്ല അവിടെ നിങ്ങൾക്ക് മന്ത്ലി കറണ്ട് അഫയേഴ്സിന്റെ വീഡിയോയും മെറ്റീരിയൽസും നിങ്ങൾക്ക് അവിടെ ലഭ്യമാണ്. ഈ ഒരു നമ്മുടെ ജനുവരി മാസത്തിലെ വീക്ക്ലി കറണ്ട് അഫയേഴ്സ് എല്ലാ ആഴ്ചകളിലും ശനിയും ഞായറും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എൻട്രി ആപ്പിന്റെ യൂട്യൂബ് ചാനലിൽ നടത്തുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ മെറ്റീരിയൽസും ക്ലാസ്സുകളും മാക്സിമം എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് 2024 ജനുവരി മാസത്തിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ മാസത്തിലെ ഈ കറണ്ട് അഫയേഴ്സ് നമ്മൾ അറിഞ്ഞിട്ട് മാത്രമേ ഒരു പരീക്ഷയ്ക്ക് എന്ത് ചെയ്യാവൂ, പോകാവൂ. അപ്പൊ ക്ലാസ്സിലേക്ക് പോയാലോ. ആദ്യം നമ്മൾ 2024 ജനുവരി 1 നടന്ന ഒരു പ്രധാനപ്പെട്ട കാര്യത്തെ കുറിച്ചാണ്, ISROയുടെ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മിഷനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോ എന്താണ് ISROയുടെ എക്സ്റേ പോളാരിമെട്രി സാറ്റലൈറ്റ് അഥവാ എക്സ്പോസാറ്റ്? എന്താണ് എക്സ്പോസാറ്റ് എന്ന് പറയുന്നത്? നമ്മുടെ ബഹിരാകാശത്ത് ചുരുളഴിയാത്ത ഒരുപാട് രഹസ്യങ്ങളുടെ ശേഖരം എന്ന് വിശേഷിപ്പിക്കുന്നവയാണ് തമോഗർത്തങ്ങൾ, ന്യൂട്രോൺ സ്റ്റാറുകൾ, സൂപ്പർനോവകളൊക്കെ അല്ലെ. അപ്പൊ ഇങ്ങനെ ഈ തമോഗർത്തങ്ങളെ കുറിച്ചും ന്യൂട്രോൺ സ്റ്റാറുകളെ കുറിച്ചും സൂപ്പർനോവകളെ കുറിച്ചും ഒക്കെ പഠിക്കുന്നതിനായിട്ട് 2024 ജനുവരിയിൽ നമ്മുടെ ISRO വിക്ഷേപിച്ച ദൗത്യമാണ് എക്സ്പോസാറ്റ് എന്ന് പറയുന്നത്. ഈ എക്സ്പോസാറ്റിന് 2 പ്രധാനപ്പെട്ട പേലോഡുകളാണുള്ളത്. അതിനു മുൻപ് എക്സ്പോസാറ്റിന്റെ വിക്ഷേപണ വാഹനം ഏതാണെന്ന് ചോദിച്ചാൽ അത് PSLV C58 ആണ്. PSLV C58 ആണ് നമ്മുടെ ഈ ഒരു എക്സ്പോസാറ്റിന്റെ വിക്ഷേപണ വാഹനം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കിക്കോ, എക്സ്പോസാറ്റിന് 2 പ്രധാനപ്പെട്ട പേലോഡുകളാണുള്ളത്. ഏതൊക്കെയാണ്? പോളിക്സ്, എക്സ്പെക്ട്. പോളിക്സും എക്സ്പെക്റ്റും എന്തിന്റെ പേലോഡുകളാണെന്ന് ചോദിച്ചാൽ എക്സ്പോസാറ്റിന്റെ പേലോഡുകളാണ് പോളിക്സും എക്സ്പെക്റ്റും. അപ്പൊ നമുക്കിപ്പോ പേലോഡുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. ഇനി ലോകത്തെ 2ാമത്തെ എക്സ്റേ പോളാരിമീറ്റർ സാറ്റലൈറ്റ് വിക്ഷേപണമാണ് ഈ പറയുന്ന എക്സ്പോസാറ്റ് എന്ന് പറയുന്നത്. അതായത് മുൻപ് 2021 നാസ വിക്ഷേപിച്ച ഇമേജിംഗ് എക്സ്റേ പോളാരിമെട്രി എക്സ്പ്ലോറർ ആണ് ലോകത്തെ ആദ്യത്തെ എക്സ്റേ പോളാരിമെട്രി ദൗത്യം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ISROയുടെ എക്സ്റേ പോളാരിമെട്രി അല്ലെങ്കിൽ എക്സ്റേ പോളാരിമെട്രി ദൗത്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എക്സ്റേ പോളാരിമെട്രി സാറ്റലൈറ്റ് എന്ന് പറയുന്ന എക്സ്പോസാറ്റ് ലോകത്തെ 2ാമത്തെ എക്സ്റേ പോളാരിമെട്രി സാറ്റലൈറ്റ് ആണ്. ആദ്യത്തേത് ആരാണ് വിക്ഷേപിച്ചത്? നാസയാണ്. നാസയുടെ എക്സ്റേ പോളാരിമെട്രി എക്സ്പ്ലോറർ, ഇമേജിംഗ് എക്സ്റേ പോളാരിമെട്രി എക്സ്പ്ലോറർ, ഇതാണ് ലോകത്തെ ആദ്യത്തെ എക്സ്റേ പോളാരിമെട്രി ദൗത്യം എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു നമ്മുടെ എക്സ്പോസാറ്റിന് 2 പ്രധാനപ്പെട്ട പേലോഡുകളാണുള്ളത് നമ്മൾ പറഞ്ഞു അല്ലെ. ഇനി ഇതിന്റെ കൂടെ 10 ചെറു ഉപഗ്രഹങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, വിക്ഷേപിച്ചിട്ടുണ്ട്. 10 ചെറു ഉപഗ്രഹങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, വിക്ഷേപിച്ചിട്ടുണ്ട്. ഇതിന്റെ കൂടെ വിക്ഷേപിച്ച ഒരു ഉപഗ്രഹത്തെ നമ്മൾ പ്രത്യേകം എടുത്ത് പഠിക്കണം. ആ ഉപഗ്രഹത്തിന്റെ പേരാണെന്ത്? വിസാറ്റ് എന്ന് പറയുന്നത്. എന്താണ് വിസാറ്റ് നമ്മൾ പ്രത്യേകം എടുത്ത് പഠിക്കാനുണ്ടായ കാരണം എന്ന് ചോദിച്ചാൽ, ഇത് നമ്മുടെ പൂജപ്പുര, തിരുവനന്തപുരത്തെ പൂജപ്പുര LVS വനിതാ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിനികൾ ചേർന്ന് നിർമ്മിച്ച ഉപഗ്രഹമാണ് വിസാറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യയിൽ ആദ്യമായിട്ട് വനിതകളുടെ നേതൃത്വത്തിൽ വികസിപ്പിച്ച ഉപഗ്രഹമാണ് ഏതെന്ന് പറയുന്നത്? വിസാറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പ്രത്യേകം നമ്മൾ എടുത്ത് പഠിക്കണം. വിസാറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയെ കുറിച്ച് പഠിക്കുന്നതിനും കൂടിയിട്ടാണ് വിസാറ്റ് എന്ത് ചെയ്തത്, വിക്ഷേപിച്ചത്. അപ്പൊ 10 ചെറു ഉപഗ്രഹങ്ങൾ കൂടി എക്സ്പോസാറ്റിന്റെ കൂടെ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു.
അതിലൊന്ന് പ്രധാനപ്പെട്ടത് വിസാറ്റ് ആണ്. വിസാറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പൂജപ്പുര LBS കോളേജിലെ വിദ്യാർത്ഥിനികൾ നിർമ്മിച്ചതാണ് ഈ പറയുന്ന വിസാറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ എക്സ്പോസാറ്റിന്റെ ദൗത്യം എത്ര വർഷമാണെന്ന് ചോദിച്ചാൽ 5 വർഷമാണ് എക്സ്പോസാറ്റിന്റെ ദൗത്യം അല്ലെങ്കിൽ കാലാവധി എന്ന് പറയുന്നത്. നമ്മുടെ സൗരയൂഥത്തിലെ എക്സ്റേ തരംഗങ്ങളുടെ പഠനത്തിനായിട്ടുള്ള ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹം, ചിലപ്പോൾ ഇതായിരിക്കും ചോദിക്കുന്നത്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്തു വെച്ചിട്ട് ചോദിക്കും, താഴെ പറയുന്നവയിൽ സൗരയൂഥത്തിലെ എക്സ്റേ തരംഗങ്ങളുടെ പഠനത്തിനായിട്ടുള്ള ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹം ഏതാണ് എന്ന് ചോദിക്കും. ഇത് നോക്കിക്കോ, എക്സ്പോസാറ്റ് വികസിപ്പിച്ചത്, രൂപകൽപ്പന ചെയ്തത് ISROയും ബംഗളൂരുവിലെ രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും ചേർന്നിട്ടാണ് എക്സ്പോസാറ്റ് വികസിപ്പിച്ചത്. ബഹിരാകാശത്തു നിന്നുള്ള അൾട്രാ വയലറ്റ് രശ്മികൾ നമ്മുടെ കേരളത്തിന്റെ കാലാവസ്ഥയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നാണ് നമ്മുടെ വിസാറ്റ് എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. അത് നമ്മൾ പറഞ്ഞു. വിസാറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വിദ്യാർത്ഥിനികൾ, മലയാളി വിദ്യാർത്ഥിനികൾ രൂപകൽപ്പന ചെയ്ത, അല്ലെങ്കിൽ LBS വിദ്യാർത്ഥിനികൾ രൂപകൽപ്പന ചെയ്തതാണ് വിസാറ്റ്. അപ്പോ അതും കൂടി എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. ഈ കാര്യങ്ങൾ മറക്കാതിരിക്കുക. എക്സ്പോസാറ്റ് ഇമ്പോർട്ടന്റ് ആണ്. ജനുവരി 1 വിക്ഷേപിച്ചത്. അടുത്തത് നമ്മുടെ ആദിത്യ L1 പേടകം. ഇന്ത്യയുടെ ആദ്യത്തെ സൗര ദൗത്യമാണ് ആദിത്യ L1 എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ആദിത്യ L1 പേടകം ലഗ്രാഞ്ച് പോയിന്റിന് ചുറ്റുമുള്ള ഹാലോ ഭ്രമണപഥത്തിൽ എന്ത് ചെയ്തു, എത്തിച്ചേർന്നു. അപ്പോ എന്നാണ് എത്തിച്ചേർന്നതെന്ന് ചോദിച്ചാൽ 2024 ജനുവരി 26 ഈ ഒരു നമ്മുടെ ആദിത്യ L1 ലഗ്രാഞ്ച് പോയിന്റിന് ചുറ്റുമുള്ള ആ ഒരു ഹാലോ ഭ്രമണപഥത്തിൽ എത്തിച്ചേർന്നത്. അപ്പൊ ഈ ഒരു ആദിത്യ L1 എന്ന് പറയുന്ന ദൗത്യം ഭൂമിയിൽ നിന്ന് പുറപ്പെട്ട് 127 ദിവസമാണ്. ഭൂമിയിൽ നിന്ന് പുറപ്പെട്ട് 127 ദിവസമാണ് നമ്മുടെ 15 ലക്ഷം കിലോമീറ്റർ അകലെയുള്ള ഈ ഒരു ഹാലോ ഭ്രമണപഥത്തിൽ എത്തിച്ചേർന്നത്. ഭൂമിയുടെയോ മറ്റു ഗ്രഹങ്ങളുടെയോ നിഴൽ തടസ്സം ഉണ്ടാകാതെ സദാസമയം സൂര്യനെ വീക്ഷിക്കാൻ പറ്റുന്ന പോയിന്റ് ആണ് L1 പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിലാണ് ഈ ഒരു എന്ത് ചെയ്യുന്നത്, ഉപഗ്രഹം നിന്ന് സൂര്യനെ കുറിച്ചുള്ള, കൊറോണയെ കുറിച്ചുള്ള കാര്യങ്ങൾ പഠിക്കുന്നത്. ഇനി എന്നാണ് ഇത് വിക്ഷേപിച്ചത്? 2023 സെപ്റ്റംബർ 2 വിക്ഷേപിച്ചത്. PSLV C57 ആയിരുന്നു വാഹനം എന്ന് പറയുന്നത്, വിക്ഷേപണ വാഹനം. ഇനി ആദിത്യ L1 പ്രോജക്ട് ഡയറക്ടർ നിഗർ ഷാജിയാണ് എന്ന് ഓർത്തിരിക്കുക. നമ്മൾ അതൊക്കെ മുൻപ് പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പോ 2023 സെപ്റ്റംബർ 2 വിക്ഷേപിച്ച ആദിത്യ L1 പോയിന്റിന് ചുറ്റുമുള്ള ഹാലോ ഭ്രമണപഥത്തിൽ എത്തിച്ചേർന്നത് ജനുവരി 6 2024 ജനുവരി 6 അത് പ്രത്യേകം ഓർമ്മിച്ചു വെച്ചിരിക്കുക. ഇനി നമ്മുടെ ബ്രിക്സ് കൂട്ടായ്മ. നമ്മൾ ബ്രിക്സ് കൂട്ടായ്മ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക. അപ്പോ ഇത്രയും രാജ്യങ്ങളായിരുന്നു നമ്മുടെ ബ്രിക്സ് കൂട്ടായ്മയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ചില രാജ്യങ്ങൾക്ക് കൂടി 2024 ജനുവരിയിൽ ബ്രിക്സ് കൂട്ടായ്മയിലേക്ക് സ്ഥിര അംഗത്വം നൽകപ്പെട്ടു. അത് ഏതൊക്കെയാണ് ആ രാജ്യങ്ങളെ നമുക്കൊന്ന് പഠിക്കാം. ഈജിപ്റ്റ്, എത്യോപ്യ, ഇറാൻ, സൗദി അറേബ്യ, UAE. ഈ പറയുന്ന 5 രാജ്യങ്ങൾക്കാണ് ബ്രിക്സിലേക്ക് സ്ഥിര അംഗത്വം നൽകപ്പെട്ടത്. അപ്പൊ നമുക്കിപ്പോ ബ്രിക്സിൽ എത്ര രാജ്യങ്ങളാണുള്ളത്? നമുക്കിപ്പോ 10 രാജ്യങ്ങളാണ് ബ്രിക്സിലുള്ളത്. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക, ഈജിപ്റ്റ്, എത്യോപ്യ, ഇറാൻ, UAE, സൗദി അറേബ്യ. ഇങ്ങനെ 10 രാജ്യങ്ങളാണ് ബ്രിക്സിലുള്ളത്. കഴിഞ്ഞ വർഷം 2023 ഓഗസ്റ്റിലാണ് ജോഹനാസ്ബർഗിൽ വെച്ചിട്ടായിരുന്നു 2023 ബ്രിക്സ് സമ്മിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ വെച്ച് നടന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ അർജന്റീന അടക്കം 6 രാജ്യങ്ങൾക്ക് 2024 മുതൽ സ്ഥിരാംഗത്വം നൽകാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ അർജന്റീന ബ്രിക്സിന്റെ ഈ ഒരു സ്ഥിരാംഗത്വം എന്ത് ചെയ്തു, നിരസിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ ബാക്കി 5 രാജ്യങ്ങൾ ഈജിപ്റ്റ്, എത്യോപ്യ, ഇറാൻ, സൗദി അറേബ്യ, UAE എന്ന് പറഞ്ഞ രാജ്യങ്ങൾ ബ്രിക്സിലേക്ക് സ്ഥിര അംഗങ്ങളായിട്ട് മാറുകയും ചെയ്തു. ഇനി ബ്രിക്സിന്റെ ചരിത്രം നോക്കുവാണെങ്കിൽ നിങ്ങൾക്കറിയാം 2006 ബ്രസീൽ ബ്രിക് ആയിരുന്നു അല്ലെ. 2006 രൂപീകരിക്കുമ്പോൾ ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന എന്നീ രാജ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. പിന്നീട് 2010 ദക്ഷിണാഫ്രിക്ക കൂടി ചേർന്നതോടുകൂടി ബ്രിക്സ് ആയിട്ട് മാറി. ഇപ്പോ മറ്റ് 5 രാജ്യങ്ങളും കൂടി ബ്രിക്സിലേക്ക് അംഗത്വം എടുത്തു. അപ്പോ നമ്മൾ പറഞ്ഞു 2023 ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി ദക്ഷിണാഫ്രിക്ക ആയിരുന്നു. 2024 ആരാണ് ഈ ഒരു ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്നതെന്ന് ചോദിച്ചാൽ റഷ്യയാണ് ഈ വർഷത്തെ ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്നത്. അപ്പൊ ഏതൊക്കെ രാജ്യങ്ങളാണെന്ന് പഠിച്ചു വെച്ചിരിക്കണം, വളരെ പ്രധാനപ്പെട്ടതാണ്.
ഇനി നമ്മുടെ ലോകത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു കണ്ടുപിടുത്തത്തെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അൽഷിമേഴ്സ് രോഗികൾക്കൊക്കെ വളരെയധികം ഉപകാരപ്രദമായിട്ട് മാറിയേക്കാവുന്ന ഒരു കണ്ടുപിടുത്തം. അതായത് നമ്മുടെ മനുഷ്യന്റെ തലച്ചോറിനെ കമ്പ്യൂട്ടറുമായിട്ട് ബന്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് തലയിൽ ചിപ്പ് ഘടിപ്പിച്ച കമ്പനി, അല്ലെങ്കിൽ ഈ കമ്പനി ഇതേ പേരിൽ തന്നെയാണ് ഈ പദ്ധതി അവതരിപ്പിച്ചത്. പദ്ധതിയുടെ പേര് ന്യൂറാലിങ്ക് എന്നാണ്. അതായത് നമ്മുടെ കൈകളുടെ സഹായം ഇല്ലാതെ നമ്മൾക്ക് കമ്പ്യൂട്ടറും അതുപോലെ തന്നെ മൊബൈൽ ഫോണും എന്ത് ചെയ്യാം, ഇനി പ്രവർത്തിപ്പിക്കാനായിട്ട് സാധിക്കുന്ന രീതിയാണ് ഈ ന്യൂറാലിങ്ക് എന്ത് ചെയ്തത്, വഴിയൊരുക്കിയത്. അപ്പോ ഇലോൺ മസ്കിന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു പരീക്ഷണം വിജയകരമായിട്ട് പൂർത്തിയാക്കിയത്. മനുഷ്യന്റെ തലയിൽ എന്ത് ഘടിപ്പിക്കും, തലച്ചോറിൽ ചിപ്പ് ഘടിപ്പിച്ചതിന് ശേഷം നമ്മുടെ കൈകളുടെ സഹായം ഇല്ലാതെ നമുക്ക് ഇലക്ട്രോണിക് ഡിവൈസുകൾ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ചിപ്പിന് നൽകിയ പേര് ടെലിപ്പതി എന്നാണ്. ചിപ്പിന് നൽകിയ പേരെന്താണ്, ടെലിപ്പതി എന്നാണ്. ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞു പരീക്ഷണങ്ങൾ നടത്തിയാണ് ഇത് വികസിപ്പിച്ചത്. അപ്പൊ പ്രൈം അഥവാ പ്രിസൈസ് റോബോട്ടിക്കലി ഇംപ്ലാന്റ് ബ്രെയിൻ എന്ന് പറയുന്ന പരീക്ഷണത്തിലൂടെയാണ് ന്യൂറാലിങ്ക് ഇത്തരത്തിലൊരു വലിയൊരു വഴിത്തിരിവിലേക്ക് നടത്തിയത്. തലച്ചോറിൽ ഒരു ചിപ്പ് ഘടിപ്പിച്ചാൽ കൈകൊണ്ട് തൊടാതെ ഫോണും കമ്പ്യൂട്ടറും ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ചിപ്പിന് നൽകിയിരിക്കുന്ന പേര് ടെലിപ്പതി എന്നാണ്. അടുത്ത നമുക്ക് കേരളത്തിലേക്ക് വരാം. നമ്മൾ ഇത്ര നേരം വേൾഡ് ആണല്ലോ പഠിച്ചുകൊണ്ടിരുന്നത്. കേരളത്തിലേക്ക് വരാം. നമ്മുടെ 62ാമത് സ്കൂൾ കലോത്സവം 2024 62ാമത് സ്കൂൾ കലോത്സവത്തിന് വേദിയായത് നമുക്കറിയാം എവിടെയാണ്. 2024 നമ്മുടെ സ്കൂൾ കലോത്സവം നടന്നത് അത് കൊല്ലം ജില്ലയിലാണ്, അല്ലെ? കൊല്ലം ജില്ലയിലാണ്. അപ്പോ 62ാമത് സ്കൂൾ കലോത്സവത്തിന്റെ ജേതാക്കള് കണ്ണൂരാണ്. 62ാമത് സ്കൂൾ കലോത്സവത്തിന്റെ ജേതാക്കള്. 2ാം സ്ഥാനം കോഴിക്കോടിനാണ്. കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യന്മാരാണ് കോഴിക്കോട്. 3ാം സ്ഥാനം പാലക്കാടിനാണ്. ഇതിപ്പോ 4 തവണ നമ്മുടെ കണ്ണൂര് കിരീടം കരസ്ഥമാക്കിയിട്ടുണ്ട്. 1997, 98, 2000, ഇപ്പൊ 2023. അപ്പൊ 62ാമത് സ്കൂൾ കലോത്സവ ജേതാക്കള് കണ്ണൂരാണ്. അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. 2024 ജനുവരി 1 മുതൽ 2024 ജനുവരി 1 മുതൽ നമ്മുടെ സംസ്ഥാനത്ത് കെ സ്മാർട്ട് നിലവിൽ വന്നു. എന്താണ് കെ സ്മാർട്ട് എന്ന് പറയുന്നത്? ഞാൻ നിങ്ങൾക്ക് മുൻപും പറഞ്ഞു തന്നിട്ടുണ്ട്. നിലവിൽ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കെ സ്മാർട്ടിന് മുൻപ് പല സർവീസുകൾ, ഈ ഗവേണൻസിന്റെ ഭാഗമായിട്ട് സിറ്റിസൺസിന്റെ പല സർവീസുകൾ ഡെലിവറി ചെയ്യാനായിട്ട് 10ഓളം ആപ്പുകളുണ്ട്. എന്നാൽ ഈ ആപ്പുകളെല്ലാം കൂടി നമുക്ക് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സർവീസുകളെല്ലാം കൂടി ഒരു പ്ലാറ്റ്ഫോമിൽ ലഭ്യമാക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളതാണ് കെ സ്മാർട്ട് എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായിട്ട് ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാക്കുന്ന കേരള സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയാണ് കെ സ്മാർട്ട് എന്ന് പറയുന്നത്. ഇതിന്റെ ആപ്തവാക്യം എന്ന് പറയുന്നത് ഡെലിവറിംഗ് ഡിജിറ്റൽ ഹാപ്പിനെസ് എന്നുള്ളതാണ്. നമ്മുടെ ഒരു എന്താ ഇ ഗവേണൻസിന്റെ ഭാഗമായിട്ടൊക്കെയാണ് കെ സ്മാർട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. കെ സ്മാർട്ട് കേരള സൊല്യൂഷൻ ഫോർ മാനേജിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് റീഫർമേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളതാണ് എക്സ്റ്റൻഷൻ. അബ്രീവിയേഷൻ പഠിച്ചു വെച്ച് ചിലപ്പോൾ അത് ചോദിക്കും. കേരള സൊല്യൂഷൻസ് ഫോർ മാനേജിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് റീഫർമേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ. 2024 ജനുവരി 1 മുതലാണ് ഇത് നിലവിൽ വന്നത്. നമ്മുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ഈ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉദ്ഘാടനം നിർവഹിച്ചത് ശ്രീ പി രാജീവാണ്. നമ്മുടെ നിയമവകുപ്പ് മന്ത്രി പി രാജീവാണ് കെ സ്മാർട്ടിന്റെ മൊബൈൽ ആപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന് വേണ്ടി ഇൻഫർമേഷൻ കേരള മിഷൻ ആണ് കെ സ്മാർട്ട് എന്ത് ചെയ്തത്, വികസിപ്പിച്ചത്. തദ്ദേശ സ്വയംഭരണ വകുപ്പിന് വേണ്ടി ഇൻഫർമേഷൻ കേരള മിഷൻ ആണ് ഈ ഒരു കെ സ്മാർട്ട് എന്ത് ചെയ്തത്, വികസിപ്പിച്ചത്. 2024 ജനുവരി 1 മുതലാണ് നിലവിൽ വന്നത്. നമ്മുടെ കേരളത്തിലെ എല്ലാ മുനിസിപ്പൽ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലുമാണ് ആദ്യഘട്ടത്തിൽ കെ സ്മാർട്ട് എന്ത് ചെയ്യുന്നത്, വിന്യസിപ്പിക്കുന്നത്. ഇനി ഏപ്രിൽ 1 2024 ഏപ്രിൽ 1 കെ സ്മാർട്ട് ഗ്രാമപഞ്ചായത്തുകളിലേക്കും എന്ത് ചെയ്യും, വ്യാപിപ്പിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പൊ ജനുവരിയിൽ നമ്മുടെ എല്ലാ മുനിസിപ്പൽ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലേക്കും കെ സ്മാർട്ട് ലഭ്യമാക്കിയിട്ടുണ്ട്. അപ്പൊ കെ സ്മാർട്ട് വഴി നമുക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നുള്ള പല സേവനങ്ങളും ഈ ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാക്കുന്നുണ്ട്. ഓക്കെ, അടുത്തത് ചില പുരസ്കാരങ്ങൾ നമുക്ക് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട പുരസ്കാരങ്ങളാണ്. 2024 ഹരിവരാസനം പുരസ്കാര ജേതാവ് പി കെ വീരമണിദാസാണ്. തമിഴ് പിന്നണി ഗായകൻ പി കെ വീരമണിദാസാണ് 2024 ഹരിവരാസനം പുരസ്കാര ജേതാവ്.
അപ്പോ നിങ്ങൾക്കുള്ള ടാസ്ക് ആണ് 2023 ഹരിവരാസന പുരസ്കാര ജേതാവ് ആരാണ് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. 2023 ഹരിവരാസന പുരസ്കാര ജേതാവ്. ഇനി അടുത്തത് 2024 ഭാരതരത്ന ലഭിച്ച ബീഹാർ മുൻ മുഖ്യമന്ത്രിയും സ്വാതന്ത്ര്യ സമര സേനാനിയുമായ സോഷ്യലിസ്റ്റ് നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ കർപ്പൂരി ഠാക്കൂർ ആണ്. കർപ്പൂരി ഠാക്കൂർ പിന്നോക്ക വിഭാഗത്തിനു വേണ്ടിയിട്ടുള്ള സംവരണത്തിനായിട്ട് ഒരുപാട് മുൻതൂക്കം നൽകിയിരുന്ന ബീഹാറിന്റെ മുൻ മുഖ്യമന്ത്രിയാണ് കർപ്പൂരി ഠാക്കൂർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിനാണ് 2024 മരണാനന്തര ബഹുമതിയായിട്ട് രാജ്യത്തിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായിട്ടുള്ള ഭാരതരത്ന നൽകിയത്. അപ്പൊ ഇദ്ദേഹത്തിന് ഒരു വിളിപ്പേരുണ്ട്, ജനനായകൻ. ജനനായകൻ എന്ന വിളിപ്പേരിൽ അറിയപ്പെട്ട കർപ്പൂരി ഠാക്കൂറിന്റെ 100ാം ജന്മവാർഷികത്തോടനുബന്ധിച്ചാണ് ഇദ്ദേഹത്തിന് ഒരു പുരസ്കാരം നൽകിയത്. ഇതുവരെ 49 വ്യക്തികൾക്കാണ് ഭാരതരത്ന നൽകിയിട്ടുള്ളത്. 17 മരണാനന്തര ബഹുമതിയായിട്ട് നൽകപ്പെട്ടു. 1954 മുതലാണ് ഭാരതരത്ന ഏർപ്പെടുത്തി തുടങ്ങിയത്. അപ്പൊ 2024 ഭാരതരത്ന ലഭിച്ച ബീഹാർ മുൻ മുഖ്യമന്ത്രിയാണ്. അതുപോലെ തന്നെ ഇദ്ദേഹം ഒരു സോഷ്യലിസ്റ്റ് നേതാവാണ്, സ്വാതന്ത്ര്യ സമര സേനാനിയാണ് കർപ്പൂരി ഠാക്കൂർ. ചിലപ്പോൾ ചോദിക്കും, താഴെ പറയുന്നവർ ഏത് സംസ്ഥാനത്തിലെ മുൻ മുഖ്യമന്ത്രിയാണ് കർപ്പൂരി ഠാക്കൂർ എന്ന് ചോദിച്ചാൽ അത് അദ്ദേഹം ബീഹാറിന്റെ മുൻ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിനാണ് 2024 ഭാരതരത്ന മരണാനന്തര ബഹുമതിയായിട്ട് ലഭിച്ചത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ പത്മ പുരസ്കാരങ്ങൾ നോക്കാം. 2024 പത്മ പുരസ്കാരങ്ങൾ ജനുവരി 26, 2024 ജനുവരി 26 പ്രസിഡന്റ് പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത്. നോക്കാം, ആകെ 132 പുരസ്കാരങ്ങളാണ് 2024 നൽകപ്പെട്ടത്. ആകെ 132 പുരസ്കാരങ്ങൾ. 5 പേർക്ക് പത്മവിഭൂഷൺ, 17 പേർക്ക് പത്മഭൂഷൺ, 110 പേർക്ക് പത്മശ്രീ. ഇങ്ങനെയാണ് പത്മ പുരസ്കാരങ്ങൾ നൽകപ്പെട്ടത്. 5 പേർക്ക് പത്മവിഭൂഷൺ, 17 പേർക്ക് പത്മഭൂഷൺ, 110 പേർക്ക് പത്മശ്രീ. 30 വനിതകൾക്കും 8 വിദേശ ഇന്ത്യക്കാർക്കും ഈ വർഷത്തെ പത്മ പുരസ്കാരങ്ങൾ ലഭിച്ചു. ഇനി നമ്മുടെ സ്പോർട്സ് താരങ്ങൾ രോഹൻ ബൊപ്പണ്ണ, ജോഷ്ന ചിന്നപ്പ അടക്കം 7 സ്പോർട്സ് താരങ്ങൾക്കാണ് പത്മശ്രീ ലഭിച്ചത്. രോഹൻ ബൊപ്പണ്ണ എന്ന് പറയുന്നത് നമ്മുടെ ഈ പ്രാവശ്യത്തെ 2024 ഓസ്ട്രേലിയൻ ഓപ്പണില് മിക്സഡ് ഡബിൾസിൽ അദ്ദേഹത്തിന് എന്തുണ്ടായിരുന്നു, പുരുഷ ഡബിൾസിൽ അദ്ദേഹത്തിന് എന്തുണ്ടായിരുന്നു, മെഡൽ ഉണ്ടായിരുന്നു അല്ലെ, സ്വർണ്ണ മെഡൽ ഉണ്ടായിരുന്നു. നമ്മുടെ 2024 ഓസ്ട്രേലിയൻ ഓപ്പണിൽ അത് നമ്മൾ പഠിക്കും. നമ്മുടെ 2024 ഓസ്ട്രേലിയൻ ഓപ്പണിൽ രോഹൻ ബൊപ്പണ്ണയ്ക്ക് എന്തുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ ടീമിന് സ്വർണ്ണ മെഡൽ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അത് മാത്രമല്ല, അദ്ദേഹത്തിനെന്ന് പറയുന്നത് ഓസ്ട്രേലിയൻ ഓപ്പൺ ഇതിന് ശേഷം അദ്ദേഹത്തിന് ഇപ്പോൾ ടെന്നീസ് റാങ്കിങ്ങിലൊക്കെ അദ്ദേഹത്തിന് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഔദ്യോഗിക റാങ്ക് ഒക്കെ രോഹൻ ബൊപ്പണ്ണയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. അത് നമ്മൾ പിന്നീട് പഠിക്കും. അപ്പോ ജോഷ്ന ചിന്നപ്പ എന്ന് പറഞ്ഞ സ്ക്വാഷ് താരമാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഹർബീന്ദർ സിംഗിന് ഒക്കെ എന്തുണ്ട്, പത്മശ്രീ ഉണ്ട്. അതൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് ആർക്കൊക്കെയാണ് പത്മവിഭൂഷൺ ലഭിച്ചത് എന്നുള്ള കാര്യം പഠിക്കാം. 5 പേർക്കാണ് പത്മവിഭൂഷൺ ലഭിച്ചത് നമ്മൾ പറഞ്ഞു അല്ലെ, 5 പേർക്കാണ്. ആ 5 പേരെ നമുക്കൊന്ന് നോക്കാം. വൈജയന്തി മാല. വൈജയന്തി മാല ആർട്ട് കാറ്റഗറിയിലാണ് പുരസ്കാരം ലഭിച്ചത്. തമിഴ്നാട് എന്നുള്ള വ്യക്തിയാണ് വൈജയന്തി മാല. അതുപോലെ തന്നെ നമ്മുടെ ചിരഞ്ജീവി, സിനിമാ നടനാണ് ചിരഞ്ജീവി. അഗെയിൻ ആർട്ട് കാറ്റഗറി, ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള വ്യക്തിയാണ്. അടുത്ത ആള് വെങ്കയ്യ നായിഡു, നമ്മുടെ മുൻ ഉപരാഷ്ട്രപതിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് പബ്ലിക് അഫയേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് പുരസ്കാരം ലഭിച്ചത്. അദ്ദേഹത്തിന്റെ നേറ്റീവ് പ്ലേസ് ആന്ധ്രാപ്രദേശ് ആണ്. ഇനി ബിന്ദേശ്വർ പഥക്. ബിന്ദേശ്വർ പഥക് എന്ന് പറയുന്നത് അടുത്തിടെ അന്തരിച്ച ഒരു സാമൂഹിക പ്രവർത്തകനാണ്. അതായത് നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം ആയിട്ടുള്ള സ്വച്ഛ് ഭാരത് അഭിയാൻ, അപ്പൊ അതിനോടുകൂടി പ്രവർത്തിച്ച മനുഷ്യനാണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഓപ്പൺ ഡെഫിക്കേഷൻ കുറയ്ക്കുന്നതിനായിട്ട് സുലഭ ശൗചാലയങ്ങൾ എന്ന പേരിൽ ശൗചാലയങ്ങൾ നിർമ്മിച്ചിട്ടുള്ള വ്യക്തിയാണ് ശ്രീ ബിന്ദേശ്വർ പഥക് എന്ന് പറയുന്നത്. ഓക്കെ, അദ്ദേഹത്തിന് സോഷ്യൽ വർക്ക് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് പുരസ്കാരം ലഭിച്ചത്. ബീഹാറിൽ നിന്നുള്ള വ്യക്തിയാണ്. അടുത്തത് പത്മ സുബ്രഹ്മണ്യമാണ്. കല എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് പുരസ്കാരം ലഭിച്ചത്. തമിഴ്നാട് എന്നുള്ള വ്യക്തിയാണ്. അപ്പൊ വൈജയന്തി മാല, ചിരഞ്ജീവി, വെങ്കയ്യ നായിഡു, ബിന്ദേശ്വർ പഥക്, അതുപോലെ തന്നെ പത്മ സുബ്രഹ്മണ്യം. ഇനി നമുക്ക് നോക്കാം, നമ്മൾ നേരത്തെ പറഞ്ഞു സുലഭ സാമൂഹിക ശൗചാലയങ്ങൾ നിർമ്മിച്ച സാമൂഹ്യ പ്രവർത്തകനാണ് ബിന്ദേശ്വർ പഥക്. 1991 ഇദ്ദേഹത്തിന് പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. സുലഭ് ഇന്റർനാഷണൽ എന്ന സംഘടന സ്ഥാപിച്ച വ്യക്തിയാണ് ആര്,
ബിന്ദേശ്വർ പതക് എന്ന് പറയുന്നത്. ഇനി പത്മഭൂഷൺ ലഭിച്ച വ്യക്തികളെ നമുക്കൊന്ന് നോക്കാം. ജസ്റ്റിസ് ഫാത്തിമ ബീവി, പൊതുകാര്യം അഥവാ പബ്ലിക് അഫയേഴ്സിലാണ് ഫാത്തിമ ബീവിക്ക് പുരസ്കാരം ലഭിച്ചത്. മലയാളിയാണ്. 2 മലയാളികൾക്കാണ് ഈ പ്രാവശ്യത്തെ പത്മഭൂഷൺ ലഭിച്ചത്. ഒന്ന് ഫാത്തിമ ബീവിക്കും, 2 നമ്മുടെ ഒ രാജഗോപാലിനുമാണ്. ബാക്കിയുള്ള പത്മഭൂഷൺ ലഭിച്ചവരെ നമുക്ക് നോക്കാം. ഹോർമുസ് ജി എൻ കാമ സാഹിത്യം വിദ്യാഭ്യാസം വിഭാഗത്തിൽ മഹാരാഷ്ട്ര എന്നുള്ള വ്യക്തിയാണ്. മിഥുൻ ചക്രവർത്തി കലയാണ്, പശ്ചിമ ബംഗാൾ എന്നുള്ള വ്യക്തിയാണ്. സീതാറാം ജിണ്ടാൽ വാണിജ്യവും വ്യവസായവും കർണാടകയിൽ നിന്നുള്ള വ്യക്തിയാണ്. യങ് ലിയു വാണിജ്യവും വ്യവസായവും തായ്വാനിൽ നിന്നുള്ള വ്യക്തിയാണ്. അശ്വിൻ ബാലചന്ദ് മെഹ്ത വൈദ്യശാസ്ത്രമാണ് മേഖല, മഹാരാഷ്ട്ര. സത്യഭാരത മുഖർജി മരണാനന്തര ബഹുമതിയാണ്, പൊതുകാര്യം പബ്ലിക് അഫയേഴ്സ്, പശ്ചിമ ബംഗാൾ എന്നുള്ള വ്യക്തിയാണ്. റാം നായിക് പബ്ലിക് അഫയേഴ്സ് ആണ്, മഹാരാഷ്ട്ര എന്നുള്ള വ്യക്തിയാണ്. തേജസ് മധുസൂദൻ പട്ടേൽ വൈദ്യശാസ്ത്രമാണ്, ഗുജറാത്ത് എന്നുള്ള വ്യക്തിയാണ്. ഒ രാജഗോപാൽ പബ്ലിക് അഫയേഴ്സ് ആണ്. അതുപോലെ തന്നെ ദത്താത്രായ് അംബദാസ് മയേലു ഏലിയാസ് രാജ്ദത്ത് കലയാണ്, മഹാരാഷ്ട്ര എന്നുള്ള വ്യക്തിയാണ്. തോഗ്ദാൻ റിംപോച്ചെ മരണാനന്തര ബഹുമതിയാണ്. മറ്റുള്ളവ എന്ന കാറ്റഗറി, അതായത് ആത്മീകം എന്ന് പറയുന്ന വിഭാഗത്തിലാണ് പുരസ്കാരം ലഭിച്ചത്, ലഡാക്കിൽ നിന്നുള്ള വ്യക്തിയാണ്. പ്യാരലാൽ ശർമ്മ കലയാണ്, മഹാരാഷ്ട്ര എന്നുള്ള വ്യക്തിയാണ്. ചന്ദേശ്വർ പ്രസാദ് ഠാക്കൂർ വൈദ്യശാസ്ത്രമാണ്, ബീഹാർ എന്നുള്ള വ്യക്തിയാണ്. ഇനി ഉഷ ഉദുപ്പിനെ നിങ്ങൾക്കറിയാം, കലയാണ്, പശ്ചിമ ബംഗാൾ എന്നുള്ള വ്യക്തിയാണ്. വിജയകാന്ത് തമിഴ് നടനാണ്, വിജയകാന്ത്, അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായിട്ടാണ് പത്മഭൂഷൺ ലഭിച്ചത്. കലയാണ് വിഭാഗം, തമിഴ്നാട് എന്നുള്ള വ്യക്തിയാണ്. കുന്ദൻ വ്യാസ് സാഹിത്യവും വിദ്യാഭ്യാസമാണ് മേഖല, മഹാരാഷ്ട്ര എന്നുള്ള വ്യക്തിയാണ്. ഇനി നമുക്ക് പത്മശ്രീ ലഭിച്ച 6 മലയാളികളെ നമുക്കൊന്ന് നോക്കാം. പത്മശ്രീ 6 മലയാളികൾക്കാണ് ലഭിച്ചത്. 110 പേരിൽ 6 മലയാളികൾക്ക്. ഒന്ന് കഥകളി ആചാര്യൻ സദനം ബാലകൃഷ്ണൻ, കഥകളി ആചാര്യൻ സദനം ബാലകൃഷ്ണൻ. 2 കാസർഗോഡ് സ്വദേശിയായിട്ടുള്ള നെൽകർഷകൻ സത്യനാരായണ ബലേരി. കഴിഞ്ഞ വർഷവും നമുക്ക് വയനാട് നിന്നുള്ള നെൽകർഷകന് പുരസ്കാരം ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഇവിടെ നമ്മുടെ ഈ വർഷവും കാസർഗോഡ് സ്വദേശി നെൽകർഷകൻ സത്യനാരായണ ബലേരിക്ക് പത്മശ്രീ ഉണ്ട്. കണ്ണൂർ സ്വദേശിയായിട്ടുള്ള തെയ്യം കലാകാരൻ നാരായണൻ ഇ.പി. പകരാവൂർ ചിത്രൻ നമ്പൂതിരിപ്പാട് മരണാനന്തര ബഹുമതിയായിട്ടാണ് പകരാവൂർ ചിത്രൻ നമ്പൂതിരിപ്പാടിന് പുരസ്കാരം ലഭിച്ചത്. അതുപോലെ തന്നെ ആത്മീകാചാര്യൻ മുനി നാരായണ പ്രസാദ്, ആത്മീകാചാര്യൻ മുനി നാരായണ പ്രസാദ്, അദ്ദേഹത്തിന് സാഹിത്യം വിദ്യാഭ്യാസം എന്ന് പറയുന്ന മേഖലയിൽ നിന്നാണ് പുരസ്കാരം ലഭിച്ചത് കേട്ടോ. സാഹിത്യം അതുപോലെ തന്നെ വിദ്യാഭ്യാസം. ഇനി തിരുവിതാംകൂർ കൊട്ടാരത്തിലെ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ഭായ്, പുള്ളിക്കാരിക്ക് ലഭിച്ചിരിക്കുന്നത്, ശ്രീ ഗൗരി ലക്ഷ്മി ഭായിക്ക് ലഭിച്ചിരിക്കുന്നത് സാഹിത്യം വിദ്യാഭ്യാസം എന്ന് പറയുന്ന മേഖലയിലാണ് കേട്ടോ. സാഹിത്യം അതുപോലെ തന്നെ വിദ്യാഭ്യാസം എന്നീ പറയുന്ന മേഖലകളിലാണ് പുരസ്കാരം ലഭിച്ചത്. ഇവിടെ നമുക്ക് വരുമ്പോൾ കഥകളി ആചാര്യൻ സദനം ബാലകൃഷ്ണൻ, അദ്ദേഹത്തിന് കഥകളിയാണ് അദ്ദേഹത്തിന്റെ കാറ്റഗറി എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ കണ്ണൂർ സ്വദേശിയായിട്ടുള്ള തെയ്യം കലാകാരൻ നാരായൺ നേപ്പി. അപ്പൊ ഈ 6 പേരെയും ഒന്ന് ഓർത്തു വെക്കണം. മലയാളികളെയാണ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് കേട്ടോ. നമുക്ക് പത്മ അവാർഡ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പത്മശ്രീ ലഭിച്ച മലയാളികളെയാണ്. അതിനുശേഷം നമുക്ക് പത്മവിഭൂഷൺ ലഭിച്ച 5 പേരെ നിങ്ങൾ പഠിച്ചു വെക്കണം. പിന്നീട് പത്മഭൂഷൺ ലഭിച്ച 2 മലയാളികളെ. ഓക്കെ, ഇനി 2024 പത്മശ്രീ ലഭിച്ച ഇന്ത്യയിലെ ആദ്യ വനിതാ പാപ്പാനാണ് പാർവതി ബർബ എന്ന് പറയുന്നത് കേട്ടോ. പാർവതി ബർബ. ഇനി പത്മശ്രീ ലഭിച്ച നമ്മുടെ ചിത്രൻ നമ്പൂതിരിപ്പാട്, പി ചിത്രൻ നമ്പൂതിരിപ്പാടിന്റെ പുസ്തകമാണ് പുണ്യ ഹിമാലയം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആത്മകഥ സ്മരണകളുടെ പൂമുഖം എന്നുള്ളതാണ്. ഇപ്പൊ ചിത്രൻ നമ്പൂതിരിപ്പാടിന്റെ പുസ്തകം പുണ്യ ഹിമാലയമാണ്, ആത്മകഥ സ്മരണകളുടെ പൂമുഖം. മുനി നാരായണ പ്രസാദിന്റെ ആത്മകഥയാണ് ആത്മായനം എന്ന് പറയുന്നത്, അദ്ദേഹത്തിന്റെ കൃതിയാണ് ആത്മായനം. നമ്മൾ പറഞ്ഞു ആത്മികാചാര്യൻ മുനി നാരായണ പ്രസാദ്, അദ്ദേഹത്തിന്റെ കൃതിയാണ് ആത്മായനം എന്ന് പറയുന്നത്. ഇനി നമ്മുടെ 2024 പത്മശ്രീ പുരസ്കാരം ലഭിച്ച പ്ലാസ്റ്റിക് സർജറി വിദഗ്ധയാണ് പ്രേമ ധൻരാജ് എന്ന് പറയുന്നത്. പ്രേമ ധൻരാജ് തന്റെ കുട്ടിക്കാലത്തിൽ തന്നെ ശരീരമാസകലം പൊള്ളലേറ്റിട്ട് പിന്നീട് പല ചികിത്സകളിലൂടെ തിരിച്ചു വന്ന് ജീവിതത്തിൽ വലിയ പൊസിഷനിലേക്ക് എത്തി ഒരു പ്ലാസ്റ്റിക് സർജറി വിദഗ്ധയായിട്ട് പ്രശസ്തി നേടിയിട്ടുള്ള വ്യക്തിയാണ് പ്രേമ ധൻരാജ്. അതുകൊണ്ട് തന്നെ പൊള്ളലേറ്റിട്ട് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒരു വിദഗ്ധ ചികിത്സയോടൊപ്പം അവരെ പുനരധിവസിപ്പിക്കുന്നതിനായിട്ട് പ്രേമ ധൻരാജ് ഒരു സംഘടന ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ പേരാണ് അഗ്നിരക്ഷ എന്ന് പറഞ്ഞ 1999 അഗ്നിരക്ഷ എന്ത് ചെയ്യുന്നത്, സ്ഥാപിക്കുന്നത്. ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. പ്ലാസ്റ്റിക് സർജറി വിദഗ്ധയാണ് പ്രേമ ധൻരാജ് എന്ന് പറയുന്ന 2024 പത്മശ്രീ പുരസ്കാര ജേതാവാണ്. ഇനി നമുക്ക്
നമ്മുടെ ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരങ്ങൾ നോക്കാം. 2024 81ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം. 2024 81ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നോക്കാം. മികച്ച സംവിധായകനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ക്രിസ്റ്റഫർ നോളൻ ആണ്. ഓപ്പൺ ഹൈമർ എന്ന് പറയുന്ന ചിത്രത്തിനാണ് ക്രിസ്റ്റഫർ നോളന് 81ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ മികച്ച സംവിധാനത്തിനുള്ള പുരസ്കാരം ലഭിച്ചത്. ഇനി മികച്ച സഹനടൻ റോബർട്ട് ഡൗണി ജൂനിയർ ആയിരുന്നു. റോബർട്ട് ഡൗണി ജൂനിയർ ചിത്രം ഓപ്പൺ ഹൈമർ തന്നെയാണ്. മികച്ച സഹനടൻ റോബർട്ട് ഡൗണി ജൂനിയർ, ചിത്രം ഓപ്പൺ ഹൈമർ. മികച്ച സഹനടി ഡാവിൻ ജോയ് റാൻഡോൾഫ് ആണ്, ചിത്രം ദി ഹോൾഡ് ഓവേഴ്സ് ആണ്. അപ്പൊ മികച്ച സഹനടി ഡാവിൻ ജോയ് റാൻഡോൾഫ് ആണ്, ചിത്രം ദി ഹോൾഡ് ഓവേഴ്സ്. ഇനി നമുക്ക് ഡ്രാമ വിഭാഗത്തിലെ മികച്ച ചിത്രം ഏതാണ്, നടൻ ഏതാണ്, നടി ഏതാണെന്ന് നോക്കാം. ഡ്രാമ വിഭാഗത്തിലെ മികച്ച ചിത്രം ഏതാണ്? ഓപ്പൺ ഹൈമർ ആണ്. അപ്പൊ നമ്മുടെ ഓപ്പൺ ഹൈമർ സംവിധാനം ചെയ്തതിനാണ് ക്രിസ്റ്റഫർ നോളറിന് എന്ത് ലഭിച്ചത്? മികച്ച സംവിധാനത്തിലുള്ള പുരസ്കാരം ലഭിച്ചത്. ഓപ്പൺ ഹൈമർ ആണ് മികച്ച ചിത്രം ഡ്രാമ വിഭാഗത്തില്. ഇനി ഡ്രാമ വിഭാഗത്തിലെ മികച്ച നടൻ ആരാണെന്ന് ചോദിച്ചാൽ അത് കീലിയൻ മർഫി ആണ്, ചിത്രം ഓപ്പൺ ഹൈമർ തന്നെയാണ്. ഓപ്പൺ ഹൈമർ ആണ് കേട്ടോ, ഓപ്പൺ ഹൈമർ. ഇനി മികച്ച നടി ഡ്രാമ വിഭാഗത്തിൽ ലില്ലി ഗ്ലാഡ്സ്റ്റോൺ ആണ്, ചിത്രം കില്ലേഴ്സ് ഓഫ് ദി ഫ്ലവർ മൂൺ ആണ്. ഡ്രാമ വിഭാഗത്തിലെ മികച്ച നടൻ ആരാണ്? ഡ്രാമ വിഭാഗത്തിലെ മികച്ച നടൻ കീലിയൻ മർഫി ആണ്, ചിത്രം ഓപ്പൺ ഹൈമർ. മികച്ച നടി ആരാണ്? ലില്ലി ഗ്ലാഡ്സ്റ്റോൺ ആണ്, ചിത്രം കില്ലേഴ്സ് ഓഫ് ദി ഫ്ലവർ മൂൺ. ഇനി നമുക്ക് മ്യൂസിക്കൽ ഓർ കോമഡി വിഭാഗത്തിലേക്ക് പോകാം. അവിടെ മികച്ച ചിത്രം, നടൻ, നടി ആരൊക്കെയാണെന്ന് നോക്കാം. മ്യൂസിക്കൽ ഓർ കോമഡി വിഭാഗത്തിലേക്ക് വരുമ്പോൾ പൂവർ തിങ്സ് ആണ് മികച്ച ചിത്രം എന്ന് പറയുന്നത്. പൂവർ തിങ്സ് യോർഗോസ് ലാൻഡിമോസ് സംവിധാനം ചെയ്ത പൂവർ തിങ്സ് ആണ് നമ്മുടെ മ്യൂസിക്കൽ ഓർ കോമഡി വിഭാഗത്തിലെ മികച്ച ചിത്രം എന്ന് പറയുന്നത്. ഇനി മികച്ച നടൻ ആരാണെന്ന് ചോദിച്ചാൽ പോൾ ജിയാമാറ്റി ആണ്, ദി ഹോൾഡ് ഓവേഴ്സ് ആണ് സിനിമ. മികച്ച നടി മ്യൂസിക്കൽ ഓർ കോമഡി വിഭാഗത്തിലെ എമ്മ സ്റ്റോൺ ആണ്, ചിത്രം പൂവർ തിങ്സ്, ചിത്രം പൂവർ തിങ്സ്. ഇനി മികച്ച വിദേശ ഭാഷ ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് നമ്മുടെ 81ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ മികച്ച വിദേശ ഭാഷ ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് അനാട്ടമി ഓഫ് എ ഫോൾ ആണ്. ജസ്റ്റിൻ ട്രൈറ്റ് ആണ് സംവിധാനം ചെയ്തത്, അനാട്ടമി ഓഫ് എ ഫോൾ. ഇനി മികച്ച ആനിമേഷൻ ചിത്രം ദി ബോയ് ആൻഡ് ദി ഹെറോൺ ആയിരുന്നു. സംവിധാനം ഹയാ മിയാസാക്കി ആണ്. ഹയാ മിയാസാക്കി സംവിധാനം ചെയ്ത ദി ബോയ് ആൻഡ് ദി ഹെറോൺ ആണ് മികച്ച ആനിമേഷൻ ചിത്രം എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു 81ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ 5 പുരസ്കാരങ്ങൾ ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത ഓപ്പൺ ഹൈമറിലാണ് ലഭിച്ചത്. 5 പുരസ്കാരങ്ങൾ ഏതൊക്കെയാണ്? മികച്ച ഡ്രാമ വിഭാഗത്തിലെ മികച്ച ചിത്രമായിരുന്നു. മികച്ച സംവിധാനത്തിലുള്ള പുരസ്കാരം നേടിയത് ക്രിസ്റ്റഫർ നോളൻ ഓപ്പൺ ഹൈമർ സംവിധാനം ചെയ്തതിന്. പശ്ചാത്തല സംഗീതം, നടൻ, സഹനടൻ എന്നിവയ്ക്ക് പുരസ്കാരം ലഭിച്ചത് ഓപ്പൺ ഹൈമറിനാണ്. ഓക്കെ, അപ്പൊ 5 വിഭാഗത്തിലാണ് പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നത് 81ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ ഓപ്പൺ ഹൈമറിന്. ഇനി നമുക്ക് നമ്മുടെ ഒരു സംസ്ഥാന തലത്തിലെ പുരസ്കാരം നോക്കാം. 2023 ഓടക്കുഴൽ പുരസ്കാര ജേതാവ് ആര്? 2023 ഓടക്കുഴൽ പുരസ്കാര ജേതാവ് PN ഗോപികൃഷ്ണനാണ്. PN ഗോപികൃഷ്ണനാണ്. അദ്ദേഹത്തിന്റെ കവിത മാംസഭോജിയാണ് എന്ന കാവ്യ സമാഹാരത്തിനാണ് 2023 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്. കവിത മാംസഭോജിയാണ്. 2022 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് അംബിക സുധൻ മാങ്ങാടിനാണ്. കൃതി ഏതാണ്? നിങ്ങൾക്കറിയാം, പ്രാണവായു. 2021 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? നമ്മുടെ സാറ ജോസഫിനാണ്. കൃതി ബുധിനിയാണ്. 1978 ശേഷം നമ്മുടെ G ശങ്കരക്കുറുപ്പിന്റെ ചരമദിനമായ ഫെബ്രുവരി 2 ഈ ഒരു പുരസ്കാരം എന്ത് ചെയ്യുന്നത്? സമ്മാനിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് ഓർത്തിരിക്കുക. അപ്പൊ നമ്മുടെ ഈ ഒരു പുരസ്കാരം എന്ന് പറയുന്നത് 2024 ഇത് പ്രഖ്യാപിച്ചത്. 2023 പുരസ്കാരമാണ് 2024 എന്ത് ചെയ്യുന്നത്? നൽകുന്നത്. 2023 പുരസ്കാരമാണ്. അതുകൊണ്ടാണ് നമ്മൾ 2023 വർഷത്തെ ഓടക്കുഴൽ പുരസ്കാരം എന്ന് പറഞ്ഞത്. 2024 എന്ത് ചെയ്യുന്നത്? ഇത് പ്രഖ്യാപിക്കുന്നത് കേട്ടോ. അപ്പൊ 2021 സാറ ജോസഫ്, 22 അംബിക സുധൻ മാങ്ങാട്, 23 PN ഗോപികൃഷ്ണൻ. ഓക്കെ, ശരി. അടുത്തത് നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ 2021 സ്വാതി സംഗീത പുരസ്കാരം ലഭിച്ച പ്രമുഖ കർണാടക സംഗീതജ്ഞൻ. 2024 ജനുവരിയിലാണ് ഈ ഒരു പുരസ്കാരം പ്രഖ്യാപിച്ചത്. 2024 ജനുവരിയിൽ പ്രഖ്യാപിച്ച സംസ്ഥാന സർക്കാരിന്റെ 2021 സ്വാതി സംഗീത പുരസ്കാര ജേതാവ് കുമാര കേരള വർമ്മയാണ്. സാംസ്കാരിക വകുപ്പ് നൽകുന്ന പരമോന്നത അംഗീകാരമാണ് ഈ ഒരു സ്വാതി സംഗീത പുരസ്കാരം എന്ന് പറയുന്നത്. ഇത് ലഭിച്ചത് കർണാടക സംഗീതജ്ഞൻ കുമാര കേരള വർമ്മയ്ക്കാണ്. കുമാര കേരള വർമ്മയ്ക്ക്. ഇനി നമുക്ക് നമ്മുടെ
ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് വരാം. ആദ്യം നമ്മൾ പഠിക്കുന്നത് അടൽ സേതുവിനെ കുറിച്ചാണ്. 2024 ജനുവരി 12 നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കടൽ പാലമാണ് മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് അഥവാ അടൽ സേതു എന്ന് പറയുന്നത്, അല്ലെ? അടൽ സേതു. അപ്പൊ ഈ അടൽ സേതു എന്ന് പറയുന്നത് നമ്മുടെ മുംബൈ നവി മുംബൈനെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ്. 22 കിലോമീറ്റർ ആണ് ഈ ഒരു പാലത്തിന്റെ നീളം എന്ന് പറയുന്നത്. കടലിന് കുറുകെ 16.5 കിലോമീറ്റർ ആണ് ഈ ഒരു മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്കിന്റെ പേര്. അപ്പോ ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കടൽ പാലം ഉറപ്പിച്ചു വെച്ചോ, ഇതിനൊരു ചോദ്യം വരും. അടൽ സേതു എന്നോ മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് എന്നോ നിങ്ങൾക്ക് ഓപ്ഷനിൽ തരും. അപ്പോ ഇത് മുംബൈനെ നവി മുംബൈനെയാണ് ബന്ധിപ്പിക്കുന്നത്. 22 കിലോമീറ്റർ ആണ് ഇതിന്റെ ആകെ നീളം എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഭരണഘടനാ ശില്പിയായിട്ടുള്ള BR അംബേദ്കറിന്റെ ലോകത്തെ ഏറ്റവും ഉയരമുള്ള പ്രതിമ നിലവിൽ വന്നത് ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിലാണ്. ആന്ധ്രാപ്രദേശിലെ വിജയവാഡയില് ഈ ഒരു ശില്പം അനാവരണം ചെയ്തത് ജഗൻമോഹൻ റെഡ്ഡിയാണ് കേട്ടോ. ഓക്കെ, ഇനി ഈ ഒരു വിജയവാഡയിൽ സ്ഥിതി ചെയ്യുന്ന ഈ അംബേദ്കർ പ്രതിമയുടെ ഈ ഒരു സ്റ്റാച്യുവിന്റെ ഉയരം എന്ന് പറയുന്നത് 206 അടിയാണ്. 206 അടി. അതിൽ പ്രതിമയ്ക്ക് 125 അടിയും പീഠം 81 അടിയുമാണ്. രണ്ടും കൂടെ ചേരുമ്പോൾ 206 അടിയാണ്. ഇത് നമ്മൾ മുൻപ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യക്ക് പുറത്ത് ഉള്ള അംബേദ്കറിന്റെ ഏറ്റവും വലിയ പ്രതിമ നിലവിൽ വന്നത് എവിടെയാണ്? നമ്മുടെ US-ലെ മേരിലാൻഡിലാണ് നിലവിൽ വരുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മുടെ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരമുള്ള BR അംബേദ്കറിന്റെ ലോകത്തിൽ തന്നെ ഏറ്റവും ഉയരമുള്ള പ്രതിമ നിലവിൽ വന്നത് ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിലാണ്. നിങ്ങളോട് ചോദിക്കുവാണ്, ഇന്ത്യക്ക് പുറത്തുള്ള ഏറ്റവും വലിയ അംബേദ്കർ പ്രതിമ എവിടെയാണെന്ന് ചോദിച്ചാൽ അത് മേരിലാൻഡിലാണ്. ഇത് നമ്മുടെ ലോകത്തെ ഏറ്റവും ഉയരമുള്ള പ്രതിമയാണ്, അംബേദ്കറിന്റെ പ്രതിമയാണ്, ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിൽ. ഇതിന്റെ പേരെന്ന് പറയുന്നത് സ്റ്റാച്യു ഓഫ് സോഷ്യൽ ജസ്റ്റിസ്, അതായത് സാമൂഹ്യ നീതി പ്രതിമ, അല്ലെ? സ്റ്റാച്യു ഓഫ് സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്ന ഈ ഒരു പേരാണ് ഈ ഒരു വിജയവാഡയിലുള്ള അംബേദ്കറുടെ പ്രതിമയ്ക്ക് നൽകിയിരിക്കുന്നത്. ഇനി അടുത്തത് നോക്കാം. സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് കേരളമാണ്. നമ്മുടെ ഭരണഘടനയുടെ നമുക്കറിയാം ഇന്റഗ്രൽ പാർട്ടാണ് പ്രിയാമ്പിൾ അഥവാ ആമുഖം എന്ന് പറയുന്നത്, അല്ലെ? സോ ഈ ആമുഖം നമ്മുടെ കുട്ടികൾക്ക് പഠിക്കുന്നതിനായിട്ട് പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനമാണ് കേരളം. ഇനി നമ്മുടെ കേരളം ആദ്യമായിട്ട് വികസിപ്പിച്ച നിർമ്മിത ബുദ്ധി പ്രോസസ്സറാണ് കൈരളി എന്ന് പറയുന്നത്. നമ്മുടെ ഡിജിറ്റൽ സർവകലാശാലയിലെ ഗവേഷകരാണ് ഈ ഒരു കൈരളി എന്ന് പറയുന്ന AI ബേസ്ഡ് പ്രോസസ്സർ നിർമ്മിച്ചത്. അപ്പൊ നമ്മുടെ കേരളം ആദ്യമായിട്ട് നിർമ്മിച്ച AI ബേസ്ഡ് പ്രോസസ്സർ അല്ലെങ്കിൽ AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബേസ്ഡ് ആയിട്ടുള്ള പ്രോസസ്സറിന്റെ പേരെന്താണ്? കൈരളി എന്നാണ്. ഇനി നമ്മുടെ കേരള നിയമസഭയിൽ ഏറ്റവും കുറച്ചു സമയം കൊണ്ട് നയപ്രഖ്യാപന പ്രസംഗം അവതരിപ്പിച്ച ഗവർണർ ആരാണെന്ന് ചോദിച്ചാൽ അത് ആരിഫ് മുഹമ്മദ് ഖാൻ ആണ്. ആരിഫ് മുഹമ്മദ് ഖാൻ. ഇദ്ദേഹത്തിന്റെ ഡ്യൂറേഷൻ സമയം എന്ന് പറഞ്ഞ 2 ആൻസറുകൾ നിങ്ങൾ ഓർത്ത് വെക്കണം. ഒന്ന് 78 സെക്കൻഡ് അഥവാ 1 മിനിറ്റ്, നമ്മുടെ 1 മിനിറ്റ്, അതുപോലെ തന്നെ 18 സെക്കൻഡ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം നമ്മുടെ നിയമസഭയുടെ കണക്കനുസരിച്ച് 1 മിനിറ്റും 24 സെക്കൻഡുമാണ് നിയമസഭയുടെ കണക്കിൽ പറയുന്നത്. നിയമസഭയുടെ മീൻസ് കണക്കനുസരിച്ച് 1 മിനിറ്റും 24 സെക്കൻഡുമാണ്. വാർത്തകളിൽ 1 മിനിറ്റും 18 സെക്കൻഡും പറയുന്നുണ്ട്, ചിലതിൽ 1 മിനിറ്റും 17 പറയുന്നുണ്ട്, 17 സെക്കൻഡും ചിലതിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ആൻസറുകൾ ഞാൻ പറഞ്ഞ കാര്യം എന്താണ്? ചിലപ്പോൾ നമുക്ക് ഓപ്ഷൻ അനുസരിച്ച് നിങ്ങൾ ആൻസർ ചെയ്തോണം. ഇത് രണ്ടും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ഓപ്ഷൻ ഏതാണോ അതനുസരിച്ച്, കാരണം പല രീതിയിൽ വന്നത് കൊണ്ട് ചോദ്യത്തിൽ ഈ 2 ആൻസർ എന്ത് ചെയ്യാം വരാനായിട്ട് ചാൻസ് ഉണ്ട്. ഏതെങ്കിലും ഒന്നേ വരത്തുള്ളൂ, 2 3 അത് ക്യാൻസൽ ആവാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താ, ഒഫീഷ്യൽ ഏതാണോ അല്ലെങ്കിൽ PSC തരുന്ന ആൻസർ ഏതാണോ അതായിരിക്കും, അല്ലെങ്കിൽ ക്യാൻസൽ ആയി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഏതായാലും നമ്മുടെ ഭാഗത്തു നിന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു വെക്കുക. ഈ 2 കാര്യങ്ങളൊന്ന് മനസ്സിൽ വെച്ചിരിക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ കേരള നിയമസഭയിൽ ഏറ്റവും കുറച്ച് സമയം കൊണ്ട് നയപ്രഖ്യാപന പ്രസംഗം അവതരിപ്പിച്ച ഗവർണർ നിലവിൽ ആരിഫ് മുഹമ്മദ് ഖാൻ ആണ്. ഓക്കെ, അടുത്തത് ഇന്ത്യയിൽ ആദ്യമായിട്ട് സിനിമയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഗായികയെ അവതരിപ്പിച്ച മലയാളി സംഗീത സംവിധായകൻ ആരാണെന്ന് ചോദിച്ചാൽ ഹിഷാം അബ്ദുൾ വഹാബ് ആണ്. ഹിഷാം അബ്ദുൾ വഹാബ്. അപ്പൊ നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ആദ്യമായിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വാർത്താ അവതാരകനെ അവതരിപ്പിച്ചത്
നമ്മുടെ കേരളത്തിലാണ് അല്ലെ. കേരളത്തിൽ മീഡിയ 1 ഇവാൻ എന്ന് പറയുന്ന വാർത്താ അവതാരകനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇതാ ഇന്ത്യയിൽ ആദ്യമായിട്ട് സിനിമയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഗായികയെ അവതരിപ്പിച്ചിരിക്കുകയാണ് ഹിഷാം അബ്ദുൾ വഹാബ് എന്ന് പറയുന്ന സംഗീത സംവിധായകൻ. തെലുങ്ക് സിനിമയായ ഹായ് നാനയുടെ ഇന്റർവെൽ സീക്വൻസിന്റെ പശ്ചാത്തല ഗാനത്തിലാണ് ഗായികയെ ഉപയോഗപ്പെടുത്തിയത്. സ്റ്റാർട്സ് ഓഫ് ഡ്രീംസ് എന്ന ഇംഗ്ലീഷ് ഗാനമാണ് ലിൻഡ എന്ന സാങ്കല്പിക നാമമുള്ള ഗായിക എന്ത് ചെയ്തത് പാടിയിരിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു ഗായികയെ സിനിമയിൽ പാടിപ്പിച്ചിരിക്കുന്നത് ഹിഷാം അബ്ദുൾ വഹാബാണ്. ഇനി നമുക്ക് നമ്മുടെ 75ാമത് റിപ്പബ്ലിക് ദിനത്തെ കുറിച്ചൊന്ന് പഠിക്കണം. ജനുവരി പഠിക്കുമ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട പഠിക്കേണ്ടുന്ന വിഷയമാണ് റിപ്പബ്ലിക് ദിനം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമ്മുടെ ജനുവരി 26 നമ്മുടെ 75ാം റിപ്പബ്ലിക് ദിനമായിരുന്നു 2024 ജനുവരി 26. തീം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ജനാധിപത്യത്തിന്റെ മാതാവ്, ഇന്ത്യ ജനാധിപത്യത്തിന്റെ മാതാവ് വികസിത് ഭാരത് എന്നുള്ളതായിരുന്നു. ഇന്ത്യ ജനാധിപത്യത്തിന്റെ മാതാവ് വികസിത് ഭാരത് എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു റിപ്പബ്ലിക് ദിനത്തിലെ തീം എന്ന് പറയുന്നത്. ഇനി 2024 നമ്മുടെ മുഖ്യ അതിഥി ഇമ്മാനുവൽ മാക്രോൺ ആണ്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ആണ് 2024 നമ്മുടെ റിപ്പബ്ലിക് ദിനത്തിന്റെ മുഖ്യ അതിഥി എന്ന് പറയുന്നത് ഇമ്മാനുവൽ മാക്രോൺ ആണ്. ഇനി അവിടെ മറ്റൊരു കാര്യം കൂടി ഓർത്തിരിക്കണം. നമ്മൾ പല ടാബ്ലോകള് എന്ത് ചെയ്യാറുണ്ട്, അവതരിപ്പിക്കാറുണ്ട് അല്ലെ നമ്മുടെ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച്. ഇപ്പൊ 2024 ജനുവരിയിൽ നമ്മുടെ റിപ്പബ്ലിക് ദിന പരേഡില് മന്ത്രാലയങ്ങൾ അവതരിപ്പിച്ച നിശ്ചല ദൃശ്യങ്ങളിൽ 1ാം സ്ഥാനം ലഭിച്ചത് നമ്മുടെ സാംസ്കാരിക മന്ത്രാലയം അവതരിപ്പിച്ച ഭാരത് ദി മദർ ഓഫ് ഡെമോക്രസി, ഇന്ത്യ ജനാധിപത്യത്തിന്റെ മാതാവ് എന്ന് പറയുന്ന നിശ്ചല ദൃശ്യത്തിനാണ് 1ാം സ്ഥാനം ലഭിച്ചത്. അപ്പൊ നമ്മുടെ റിപ്പബ്ലിക് ദിന പരേഡിൽ 1ാം സ്ഥാനം ലഭിച്ചത് ഇന്ത്യ ജനാധിപത്യത്തിന്റെ മാതാവ് എന്ന് പറയുന്ന നിശ്ചല ദൃശ്യം അവതരിപ്പിച്ച സാംസ്കാരിക മന്ത്രാലയത്തിനാണ് 1ാം സ്ഥാനം ലഭിച്ചത്. ഇനി നമുക്ക് കായിക മേഖലയിലേക്ക് പോകാം. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ ഗ്രാൻഡ് സ്ലാം പുരുഷ സിംഗിൾസ് കിരീടം നേടിയ ഇറ്റാലിയൻ യുവതാരം. 2024 ഓസ്ട്രേലിയൻ ഓപ്പണിൽ പുരുഷ സിംഗിൾസിൽ കിരീടം നേടിയത് ഇറ്റാലിയൻ താരമായിട്ടുള്ള യാനിക് സിന്നർ ആണ്. യാനിക് സിന്നർ ഡാനിൽ മെദ്വദേവിനെ പരാജയപ്പെടുത്തിയാണ് യാനിക് സിന്നർ 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം കരസ്ഥമാക്കിയത്. ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം സ്വന്തമാക്കുന്ന ആദ്യ ഇറ്റാലിയൻ താരമാണ് യാനിക് സിന്നർ എന്ന് പറയുന്ന ആദ്യ ഇറ്റാലിയൻ താരം. 10 വർഷത്തിന് ശേഷം ഓസ്ട്രേലിയൻ ഓപ്പൺ ചാമ്പ്യൻ ആവുന്ന പുതിയ പുരുഷ താരം കൂടിയാണ്. പുതിയൊരു പുരുഷ താരമാണ് അദ്ദേഹം. അപ്പൊ യാനിക് സിന്നർ എന്ന് പറയുന്ന 2023 കിരീടം നേടിയത് സെർബിയൻ താരം നൊവാക് ജോക്കോവിച്ച് ആണ്, നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പൊ 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീട ജേതാവ് യാനിക് സിന്നർ ആണ്. യാനിക് സിന്നർ ഇറ്റാലിയൻ യുവതാരമാണ്. ഇനി വനിതാ സിംഗിൾസ് കിരീട ജേതാവ് ബെലാറസിന്റെ താരമായിട്ടുള്ള അരീന സബലങ്കയാണ്. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീട ജേതാവ്. 2023 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് ജേതാവും ആര് തന്നെയായിരുന്നു? അരീന സബലങ്ക തന്നെയായിരുന്നു. അരീന സബലങ്കയുടെ 2ാം ഗ്രാൻഡ് സ്ലാം കിരീടമാണ് 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ എന്ന് പറയുന്നത്. ഫൈനലില് ചൈനീസ് താരം ക്യുൻവെൻ ഷെങ്കിയെ പരാജയപ്പെടുത്തിയാണ് നമ്മുടെ അരീന സബലങ്ക 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം ഉറപ്പിച്ചത്. ഇപ്പോ പുരുഷ സിംഗിൾസ് നേടിയത് ആരാണ്? യാനിക് സിന്നർ ഇറ്റാലിയൻ താരം. വനിതാ സിംഗിൾസ് നേടിയത് ബെലാറസിന്റെ താരം അരീന സബലങ്കയാണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു പുരുഷ ഡബിൾസിൽ 2024 ഓസ്ട്രേലിയൻ ഓപ്പൺസിൽ പുരുഷ ഡബിൾസിൽ കിരീടം സ്വന്തമാക്കിയത് രോഹൻ ബൊപ്പണ്ണ മാത്യു എബ്ഡൻ സഖ്യമാണ്. രോഹൻ ബൊപ്പണ്ണ മാത്യു എബ്ഡൻ സഖ്യമാണ് 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ ഡബിൾസ് കിരീടം സ്വന്തമാക്കിയത്. ഗ്രാൻഡ് സ്ലാം നേടുന്ന ഏറ്റവും പ്രായം കൂടിയ പുരുഷ താരമാണ് രോഹൻ ബൊപ്പണ്ണ എന്ന് പറയുന്നത്. ബൊപ്പണ്ണയുടെ കരിയറിലെ ആദ്യ പുരുഷ ഡബിൾസ് ഗ്രാൻഡ് സ്ലാം ടൈറ്റിലാണ് 2024 ഓസ്ട്രേലിയൻ ഓപ്പണിൽ അദ്ദേഹം കരസ്ഥമാക്കുന്നത്. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ ഡബിൾസ് ആണ് കേട്ടോ. പുരുഷ ഡബിൾസ് ആണ്, മിക്സഡ് അല്ല, പുരുഷ ഡബിൾസ്. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ ഡബിൾസിൽ കിരീടം കരസ്ഥമാക്കിയത് രോഹൻ ബൊപ്പണ്ണ മാത്യു എബ്ഡൻ ദൗത്യ സഖ്യമാണ്. രോഹൻ ബൊപ്പണ്ണ മാത്യു എബ്ഡൻ. ഗ്രാൻഡ് സ്ലാം നേടുന്ന ഏറ്റവും പ്രായം കൂടിയ പുരുഷ താരം എന്ന് പറയുന്ന റെക്കോർഡ് കൂടി രോഹൻ ബൊപ്പണ്ണയ്ക്ക് സ്വന്തമായി. ഇനി നമുക്ക് ചില വേദികൾ നോക്കാം. 2024 ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവലിന് വേദിയായത് തിരുവനന്തപുരമാണ് കേട്ടോ. തിരുവനന്തപുരമാണ് 2024 ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവലിന് വേദിയായത് നമ്മുടെ തിരുവനന്തപുരത്തിലെ
തോന്നക്കയിലെ ലൈഫ് സയൻസ് പാർക്കിൽ വെച്ചിട്ടാണ് ഈ ഒരു സയൻസ് ഫെസ്റ്റിവൽ, ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ നടക്കുന്നത്. അടുത്തത് 36ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന് വേദിയാകുന്നത് കാസർഗോഡാണ് കേട്ടോ. 36ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന് വേദിയാകുന്നത് കാസർഗോഡാണ്. കേരളത്തിൽ അന്താരാഷ്ട്ര കായിക ഉച്ചകോടിക്ക് വേദിയായത് തിരുവനന്തപുരമാണ്. ഇന്റർനാഷണൽ സ്പോർട്സ് സമ്മിറ്റ് കേരള 2024 എവിടെ വെച്ചാണ് നടന്നത്? തിരുവനന്തപുരമായിരുന്നു. അന്താരാഷ്ട്ര കായിക ഉച്ചകോടിക്ക് ആദ്യമായിട്ട് വേദിയായത് തിരുവനന്തപുരമാണ്. ഇനി അടുത്ത നോക്കാം. മൃഗങ്ങൾ, സസ്യങ്ങൾ, മനുഷ്യർ ഇവരുടെ സമ്പൂർണ്ണ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ പദ്ധതിയാണ് ഏക ആരോഗ്യ പദ്ധതി. അപ്പോ നമ്മുടെ ലോക ബാങ്കുമായിട്ട് സഹകരിച്ചാണ് ഈ ഒരു പദ്ധതി എന്ത് ചെയ്യുന്നത്? നടപ്പിലാക്കുന്നത്. നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് കേരളത്തിലാണ് ഈ ഒരു പദ്ധതി എന്ത് ചെയ്യുന്നത്? നടപ്പിലാക്കുന്നത്. അപ്പോ ലോക ബാങ്കുമായി സഹകരിച്ച് ഇന്ത്യയിൽ ആദ്യമായി കേരളത്തിൽ മൃഗങ്ങൾ, സസ്യങ്ങൾ, മനുഷ്യർ എന്നിവയുടെ സമ്പൂർണ്ണ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്നതിനായിട്ട് നടപ്പിലാക്കുന്ന സമഗ്ര ആരോഗ്യ പദ്ധതിയാണ് ഏക ആരോഗ്യ പദ്ധതി. ഓക്കെ, ഇനി നമുക്കറിയാം 2024 ജനുവരിയില് അയോധ്യ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്തു അല്ലെ. അയോധ്യ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. അപ്പോ വീണ്ടും നിങ്ങൾക്കൊരു ടാസ്ക് തരുവാണ്. അതിന്റെ ഡേറ്റ് നിങ്ങളൊന്ന് എന്ത് ചെയ്യുക? കമന്റ് ചെയ്യുക. 2024 ജനുവരി മാസമാണ് ഉദ്ഘാടനം നടന്നത്. സോ അതിന്റെ ഡേറ്റ് നിങ്ങൾ കമന്റ് ചെയ്യുക. എന്നാണ് അതിന്റെ ഉദ്ഘാടനം നടന്നത്? അപ്പോ അതിന്റെ ഉദ്ഘാടനത്തിന് ശേഷം, അപ്പൊ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഓക്കെ, ജനുവരി 22, 2024 ജനുവരി 22. അപ്പൊ ഈ ഒരു 2024 ജനുവരി 22 അയോധ്യ രാമക്ഷേത്രത്തിലെ ഉദ്ഘാടനവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു പദ്ധതി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? അനൗൺസ് ചെയ്തിട്ടുണ്ട്. ആ പദ്ധതിയുടെ പേരാണ് പ്രധാനമന്ത്രി സൂര്യോദയ യോജന. എന്നാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം? നോക്കാം. 1 കോടി വീടുകളുടെ മേൽക്കൂരയിൽ സോളാർ സംവിധാനത്തിലൂടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക. 1 കോടി വീടുകളുടെ മേൽക്കൂരയിൽ സോളാർ സംവിധാനത്തിലൂടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനായിട്ട് ലക്ഷ്യമിടുന്ന കേന്ദ്ര സർക്കാരിന്റെ പുതിയ പദ്ധതിയാണ് പ്രധാനമന്ത്രി സൂര്യോദയ യോജന എന്ന് പറയുന്നത്. അപ്പൊ ഇതൊരു പുതിയ ഗാർഹിക സോളാർ പദ്ധതിയാണ്. അപ്പൊ രാജ്യത്തെ സാമ്പത്തികമായിട്ട് വെല്ലുവിളി നേരിടുന്നവർക്കും ഇടത്തരം കുടുംബങ്ങൾക്കും വൈദ്യുത ബിൽ കുറയ്ക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി, അതിനോടൊപ്പം തന്നെ നമ്മൾ സൗരോർജ മേഖലയിൽ സ്വയം പര്യാപ്തത കരസ്ഥമാക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രധാനമന്ത്രി സൂര്യോദയ യോജന എന്ന് പറയുന്ന പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് കേട്ടോ. പ്രധാനമന്ത്രി സൂര്യോദയ യോജന. അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട, വളരെ പ്രധാനപ്പെട്ട ഒരു നിയമനമാണ്. നമ്മുടെ 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാനായിട്ട് 2024 ജനുവരിയിൽ നിയമിതനായ വ്യക്തിയാണ് നീതി ആയോഗിന്റെ മുൻ വൈസ് ചെയർമാൻ അരവിന്ദ് പനഗരിയാണ് 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാനായിട്ട് അടുത്തിടെ നിയമിതനായത്. പഠിച്ചു വെക്കണേ, ഉറപ്പായിട്ടും ചോദിക്കാൻ പോകുന്ന ചോദ്യമാണ്. അപ്പൊ ഈ ക്ലാസ്സിൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്തത്. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് വീക്ക്ലിയും മന്ത്ലിയും ഒക്കെ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. സോ അപ്പൊ നിങ്ങൾ അതും കൂടി ഒന്ന് വായിച്ചു നോക്കുക. ഒപ്പം ഈ കാര്യങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു.